Okay, so for the last class, we have discussed about um, work transfer, different types of work transfer, heat, etc. etc. അപ്പം എത്ര ടൈപ്പ് പി ഡി വർക്ക് എന്താണ്, പി ഡി വർക്കിനെ കൂടാതെ വേറെ എന്തൊക്കെ വർക്ക് ട്രാൻസ്ഫേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. സോ ടുഡേ we are discussing about heat transfer. Okay. Yesterday we are discussing about work transfer. Today we are discussing about heat transfer. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫറിന് മുമ്പിലായിട്ട് നമുക്ക് ഫ്രീ എക്സ്പാൻഷൻ എന്നുള്ളൊരു ടേം പഠിക്കാനുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ് നിങ്ങളെപ്പോഴും. ഫ്രീ എക്സ്പാൻഷൻ വിത്ത് സീറോ വർക്ക് ട്രാൻസ്ഫർ. സീറോ വർക്ക് ട്രാൻസ്ഫർ. ലെക്ചർ നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്ത് വെക്കുക. ഫ്രീ എക്സ്പാൻഷൻ വിത്ത് സീറോ വർക്ക് ട്രാൻസ്ഫർ. എന്താണ് സീറോ വർക്ക് ട്രാൻസ്ഫർ? വാട്ട് ഈസ് സീറോ വർക്ക് ട്രാൻസ്ഫർ? സീറോ വർക്ക് ട്രാൻസ്ഫർ മീൻസ് ദർ ഈസ് നോ വർക്ക് ഡൺ ഹിയർ. അവിടെ ഒരു വർക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ നടക്കണം തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആണ്. അതായത് കോൾഡ് സീറോ വർക്ക് ട്രാൻസ്ഫർ. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, എക്സ്പാൻഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എക്സ്പാൻഷൻ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഒരു ഫ്ലൂയിഡോ അല്ലെങ്കിൽ എനി ലിക്വിഡ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ വിത്ത് സീറോ വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വിത്തൗട്ട് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഇന്ന് തെർമോഡൈനാമിക്സ്. ഓക്കെ, റൈറ്റ്. കൺസിഡർ എ സിസ്റ്റം. സിസ്റ്റം ഞാൻ വരക്കാം. എ സിസ്റ്റം ഫിൽഡ് വിത്ത് ഗ്യാസ് ഫിൽ ചെയ്യുന്ന സിസ്റ്റം വിചാരിക്കാം. സോ ഇവിടെ ഫുൾ ഗ്യാസ് ഉണ്ട്. ഇൻസൈഡ് ഈസ് ഫുള്ളി ഫിൽഡ് വിത്ത് ഗ്യാസ്. സോ when we are placing a partition at center, പാർട്ടീഷൻ കൊടുക്കാൻ വയ്ക്കുക. ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക, അതിൽ ഗ്യാസ് ഉണ്ട്, പക്ഷെ നമ്മളൊരു പാർട്ടീഷൻ വെച്ചു. ആൻഡ് വി ആർ കളക്ടിങ് ഓൾ ദ ഗ്യാസ് ഹിയർ. ഇവിടെയാണ് ഗ്യാസ്. സോ ഇവിടെ എന്തായിരിക്കും? വാക്വം ആയിരിക്കും. ഓക്കെ, കൺസിഡർ സിസ്റ്റം വിത്ത് ഗ്യാസ് ആൻഡ് വാക്വം ഡിവൈഡ് ബൈ എ പാർട്ടീഷൻ. ഒരു പാർട്ടീഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഗ്യാസ് മുഴുവൻ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അതിനകത്തൊരു പാർട്ടീഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ഈസ് വാക്വം ആൻഡ് അതർ പാർട്ട് ഈസ് ഗ്യാസ്. ഗ്യാസ് ഉണ്ട്, അതിന് ചുറ്റൊരു ബൗണ്ടറി ഉണ്ട്, സിസ്റ്റം ബൗണ്ടറി ഉണ്ട്. സിസ്റ്റം ബൗണ്ടറി സിസ്റ്റം ഒക്കെ ഇനി പറയേണ്ട കാര്യമില്ല, ഒന്നും ഇനി പറയില്ല, ഊഹിച്ചെടുക്കാം. സിസ്റ്റത്തിൻ്റെ ചുറ്റും ബൗണ്ടറി ഉണ്ട്. ഡിവൈഡ് ബൈ എ പാർട്ടീഷൻ. വൺ പാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ഗ്യാസ് ആൻഡ് അതർ പാർട്ട് ഫിൽഡ് വിത്ത് വാക്വം. നമ്മൾ ഈ പാർട്ടീഷൻ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, when we are taking back the partition, പിന്നെ ക്വിക്കായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും. ഈ ഗ്യാസ് ഒക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് ഫുള്ളായിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് ഫുള്ളായിട്ട് ഇവിടെ അങ്ങ് ഫില്ല് ചെയ്യും, വാക്വത്തിലേക്ക് അങ്ങ് ഇടിച്ച് കയറി ഫില്ല് ചെയ്യും. റൈറ്റ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടിഷൻ കഴിഞ്ഞാൽ ഒരു 5-10 സെക്കൻഡ് കൊണ്ട് തന്നെ അത് മൊത്തം ഗ്യാസായി നിറഞ്ഞിട്ട് ഒരു ഇക്വലിബ്രിയം പൊസിഷനിലേക്ക് പിന്നെയും അനങ്ങാതെ പൊസിഷനിൽ എത്തും. സോ ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് സിസ്റ്റം, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. സോ ഗ്യാസ് ഓൾറെഡി ഉള്ളത് ഇക്വലിബ്രിയം പൊസിഷനിലാണ്. സോ ഓൾറെഡി ഇറ്റ് ഇസ് ഇൻ ഇക്വലിബ്രിയം പൊസിഷൻ. when we have removed the partition, the gas എന്ത് ചെയ്യും? എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് അഗെയിൻസ്റ്റ് എ വാക്വം, അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി അങ്ങോട്ടേക്ക് പോകുന്നത്. അതിനെയാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രാൻസ്ഫർ. നമ്മൾ ഫ്രീ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ട്രാൻസ്ഫറും ഫ്രീ കൺവെക്ഷൻ ട്രാൻസ്ഫറും പഠിച്ചിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ എന്നുള്ള ടേം പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഫോഴ്സോ അഡീഷണൽ ആയിട്ടുള്ള വർക്കോ ഒന്നും കൊടുക്കാതെ തന്നെ അത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനും ഫില്ല് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇവാപറേറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ കൺവെക്ഷൻ നടക്കുന്നതിനുമാണ് വാട്ട് വി ആർ കോൾഡ് ഫ്രീ കൺവെക്ഷൻ, നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെവർ ബീൻ ഡൺ ബൈ എ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ എക്സ്റ്റേണൽ വർക്ക്. സോ ഹിയർ വി ആർ ജസ്റ്റ് റിമൂവിങ് ദി പാർട്ടീഷൻ നമ്മൾ റിമൂവ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഈ പാർട്ടീഷൻ നമ്മൾ റിമൂവ് ചെയ്ത് ഈ പാർട്ടീഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഫ്രീ എക്സ്പാൻഡ് ചെയ്ത് ഫുൾ ഫില്ല് ചെയ്യും. ദിസ് ടേം ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. ഓക്കെ, ഇതിനാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളൊരു ഇത് നടന്നു കഴിഞ്ഞാൽ, സോ ദർ ഈസ് ദർ ഈസ് നോ വർക്ക് ട്രാൻസ്ഫർ ഇൻവോൾവ് ഹിയർ. ഓക്കെ, ദർ ഈസ് നോ വർക്ക് ട്രാൻസ്ഫർ ഇൻവോൾവ് ഹിയർ, കാരണം അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, നമ്മളതിന് വർക്ക് അവിടെ നടക്കുന്നത് എന്താണ്? നമ്മൾ പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്ന വർക്ക് മാത്രം നടക്കുന്നത്. അപ്പം വി ആർ നെഗ്ലിജിങ് ദാറ്റ് സ്മോൾ വർക്ക് ദാറ്റ് വി ആർ റിമൂവ് ദി പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്ന വർക്കായിരുന്നു ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതൊക്കെ നാച്ചുറൽ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ.
റൈറ്റ്. അവിടെ നിന്ന് വർക്ക് നടക്കുന്നില്ല അല്ലേ, ദർ ഇസ് നോ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പാർട്ടീഷൻ 3 വർക്ക് പോകാൻ നടക്കുന്നുണ്ടെങ്കിൽ സോ വി ക്യാൻ കോൾ ദ വർക്ക് dw equal to integral pdv equal to 0. Right. dw equal to integral pdv equal to 0. There is no work transfer. So even though already the gas is in equilibrium position, right? Thereafter when we are removing the partition, it rushes to the vacuum and also കുറച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് പിന്നെയും ഇക്വിലിബ്രിയം പൊസിഷൻ തന്നെ കിട്ടും. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. പക്ഷെ ഇതിന് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റില്ല? Why we can call it as a quasi static process? ആരും ഒന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് അതിനെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാൻ പറ്റാത്തത്? എനിബഡി? പറ. ഓഡിബിൾ അല്ലേ ഞാൻ പറയുന്നത്? എനിവൺ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാൻ പറ്റാത്തത്? അറിയില്ല. എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്നറിയോ? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ഞാൻ അന്നേ ഡിസ്ക്രൈബ് ചെയ്തതാണ്, 2-3 തവണ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഇനീഷ്യലി P1 V1 എന്നുള്ള സിസ്റ്റം, ഒരു പോയിന്റിലുണ്ട സിസ്റ്റം, അത് വേറൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അതിനൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്താ, അവിടെ ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് വരണം. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. അത് ക്വിക്കായിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇക്വലിബ്രിയം പൊസിഷൻ സിസ്റ്റമാണ്. ഒരു പിസ്റ്റനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അന്ന്. ഒരു പിസ്റ്റനാണ് എക്സാമ്പിളായിട്ട് എടുത്തത്. ഒരു പിസ്റ്റൺ ഇനീഷ്യലി ഇൻസൈഡ് ദ ഗ്യാസ്, ഒരു ഗ്യാസ് ഉണ്ടാവും, അത് P1 V1 എന്നുള്ള ഇൻസൈഡ് ഗ്യാസ് ഉണ്ടാവും. ഇൻസൈഡായിട്ട് സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട്. അത് പിസ്റ്റൺ നമ്മൾ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയുള്ളത് മുകളിലേക്ക് വന്നിട്ട് ഇവിടെ വേറെ സിസ്റ്റത്തിലേക്ക് എത്തും. P1 P2 V2 എന്ന് വിളിച്ചെടുക്കും. ഇനീഷ്യലി അത് P1 V1 എന്നുള്ള പൊസിഷനിൽ അനങ്ങാതെ നിൽക്കുകയാണ്, ഈ സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുകയാണ് ഗ്യാസ്. അപ്പോൾ അത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്, അത് മൂവ്മെന്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. പിന്നെ എന്ത്, പിസ്റ്റൺ പെട്ടെന്ന് റിമൂവ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു വെയിറ്റ് വെച്ചെന്ന് വിചാരിക്കുക, അതുകൊണ്ടാണ് പിസ്റ്റൺ മുകളിലേക്ക് പോകാതെ തടഞ്ഞു വെക്കുന്നത് വിചാരിക്കും. അതുകൊണ്ടാണ് അപ്പം ഇനീഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷൻ. പെട്ടെന്ന് നമ്മൾ ആ വെയിറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിസ്റ്റൺ പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് മുകളിൽ ഹിറ്റ് ചെയ്യും. ഇറ്റ് വിൽ ഹിറ്റിൻ്റെ ടോപ്പ് സർഫസ്. അപ്പോൾ പെട്ടെന്ന് പോയി ഹിറ്റ് ചെയ്തിട്ട് ആ ഗ്യാസ് അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് മുകളിലെത്തിയിട്ട് അവിടെയും സ്റ്റേഷനറി ആയിട്ട് നിൽക്കും, അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ ഇനീഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷനാണ്, അത് ഫൈനൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തും. പക്ഷേ എന്താ നടക്കുന്ന ചേഞ്ച് എന്താ, പെട്ടെന്നുള്ള ഒരു ഇൻക്രീസിംഗ് ആണ്. പെട്ടെന്നുള്ള ഇൻക്രീസിങ് ആയതിനുകൊണ്ട് അതിന് നടുക്കുള്ള പ്രഷർ വാല്യൂ, വെലോസിറ്റി വാല്യൂ ഒക്കെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു PV എന്ന് വാല്യൂ എടുത്താൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതേ പിസ്റ്റൺ തന്നെ വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അതേ സിലിണ്ടർ, ഗ്യാസ് ഇനിഷ്യലി ഫിൽഡ് ഹിയർ, ഇറ്റ്സ് എ പിസ്റ്റൺ, ഒരു വെയിറ്റ് ആണ് മുകളിൽ വെച്ചിരിക്കുന്നത് അല്ലേ, ഇറ്റ്സ് വെയിറ്റ് W. സോ അവിടെ ഒറ്റ വെയിറ്റ് ആണ് വെച്ചത്, 10 കിലോ എന്നുള്ള വെയിറ്റ് ആണ് വെച്ചത്, 10 kg എന്നുള്ള വെയിറ്റ് ആണ് വെച്ചത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, 1 kg ഈവൻ 10 വെയിറ്റ്സ് ആർ പ്ലേസ്ഡ് ചെയ്യുക 1 by 1, 1 kg 1 kg 1 kg 1 kg അങ്ങനെ 10 വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഈവൻ 1 kg-ൻ്റെ ആദ്യത്തെ കേസിൽ 10 kg-ൻ്റെ ഒറ്റ വെയിറ്റ് ആണ് വെച്ചത്, അത് റിമൂവ് ചെയ്യുമ്പോൾ ഒറ്റ അടിക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 10 kg-ൻ്റെ 10 ഓരോ kg-നും 10 കട്ടകൾ വെച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് യു ആർ റിമൂവിങ് ദ ഫസ്റ്റ് വെയിറ്റ്, ഏറ്റവും മുകളിലുള്ള 1 കിലോ വെയിറ്റ് മാറുകയാണ്. പിസ്റ്റൺ കുറച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നു അല്ലേ. രണ്ടാമത്തെ വെയിറ്റ് എടുത്തിരിക്കുകയാണ്, കുറച്ചും ഇങ്ങോട്ട് പോകുന്നു. മൂന്നാമത്തെ വെയിറ്റ് എടുത്ത് കുറച്ചും ഇങ്ങോട്ട്, അങ്ങനെ 10 വെയിറ്റ് എടുക്കുമ്പോഴാണ് ഈ പിസ്റ്റൺ മെല്ലെ മുകളിലേക്ക് പോയിട്ട് മുകളിൽ സ്റ്റേഷനറി പൊസിഷനിലേക്ക് എത്തുന്നത്. അപ്പം ആദ്യം ഇക്വിലിബ്രിയം പൊസിഷനിലാണുള്ളത്. ഒരു വെയിറ്റ് എടുക്കുമ്പോൾ കുറച്ച് പൊന്തി ആടുന്നു, പിന്നെ എടുക്കുമ്പോൾ കുറച്ച് പൊങ്ങി ആടുന്നു. അപ്പോൾ ഓരോ സ്റ്റേജിലും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. സോ P1 V1 എന്നുള്ളത് P2 V2ലേക്ക് എത്തുമ്പോൾ സക്സഷൻ ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ഓരോ ഇക്വിലിബ്രിയം കടന്ന് പാസ് ചെയ്ത് മെല്ലെയാണ് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നത്. റൈറ്റ്. അതായത് ഇങ്ങനെയുള്ളൊരു ചേഞ്ച് അല്ല, ഇങ്ങനെയുള്ള സ്ലോ ആയിട്ടുള്ള നല്ലൊരു യൂണിഫോമിറ്റി ആയിട്ട്. സോ ഇവൻ ആ സിസ്റ്റം ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് മെല്ലെ യൂണിഫോമിറ്റി ആയിട്ട് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വേറെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് പോകുന്നതിനാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. മെല്ലെ പതിയെ സക്സഷൻ ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കടന്ന് മെല്ലെ. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, വെൻ വി ആർ ജമ്പിങ്, ഒരു വീടിൻ്റെ രണ്ടാം നിലക്കും താഴേക്ക് തുള്ളുന്നത്, ഇറ്റ് ഇസ് നോട്ട് എ
ക്വാസിറ്ററി പ്രോസസ്. നമ്മൾ മുകളിലേക്ക് ഒരു സ്റ്റേറ്റ് ആണുള്ളത്, അത് താഴത്തും വേറെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ വൺ സ്റ്റേറ്റ് മുകളിൽ നമ്മൾ നിൽക്കുകയാണ്, ഈ ഇക്വിലിബ്രിയം പൊസിഷൻ. താഴെ തുള്ളിയാൽ നമ്മൾ നിൽക്കുകയാണ്, ഇറ്റ് ഈസ് ഓൾസോ ഇക്വിലിബ്രിയം പൊസിഷൻ. പക്ഷേ ഇവിടുന്ന് അബ്രപ്പായിട്ടുള്ള ചേഞ്ച് ആണ്. പെട്ടെന്ന് തുള്ളുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ക്വാസിറ്ററി പ്രോസസ്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പായിട്ട് ഇറങ്ങി താഴെ പോകണമെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ക്വാസിസ്റ്ററി പ്രോസസ്. അപ്പം അതാണ് ക്വാസിസ്റ്ററി പ്രോസസ്. സോ ഈ പറയുന്ന ഇത് ഈ ഫംഗ്ഷനാലിറ്റി പറഞ്ഞ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ക്വാസിറ്ററി പ്രോസസ് അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ പാർട്ടിഷൻ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഗ്യാസ് ഒറ്റയടിക്കങ്ങ് കയറി വന്ന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണല്ലേ. അപ്പോൾ മെല്ലെയല്ല ചേഞ്ച് നടക്കുന്നത്, പെട്ടെന്നൊരു അബ്രപ്റ്റ് ചേഞ്ച് ആണ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് കോൾഡ് എ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്. അതുകൊണ്ടാണ് PdV = 0 എന്ന് പറയുന്നത്. PdV പ്രോസസ് ഇസ് എ പ്രോസസ് വിച്ച് occur only in a quasi-static process. PdV വർക്ക് എന്ന് പറയുന്നത് ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഫിനോമിനാണ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് നോട്ട് എ ക്വാസി. പക്ഷേ ഈ പാർട്ടിഷൻ നമ്മൾ പതിയെയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ, പതിയെയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ, കുറച്ച് പൊക്കി അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് എ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് അല്ലേ. അന്നേരം അത് ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആവും. സോ അന്നേരം നമുക്കൊരു വർക്കൊക്കെ ഉണ്ടാവും. TW = PdV എന്നുള്ള വർക്ക് ഉണ്ടാവും അല്ലേ. PdV എന്നുള്ള വർക്ക് ഉണ്ടാവും. അങ്ങനെ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആണെങ്കിൽ there is a work done, it is called integral 1 to 2 അല്ലെങ്കിൽ integral PdV, റൈറ്റ്? സോ ഇവിടെ ആക്ട് ചെയ്യുന്നത്, സോ ഈ ഗ്യാസ് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ നെക്സ്റ്റ് വാക്കത്തിൻ്റെ ബൗണ്ടറി ഉണ്ടല്ലോ, വാക്കത്തിൻ്റെ ഇത് വാൾ ബൗണ്ടറി, ഇറ്റ് ഇസ് എ വാൾ ബൗണ്ടറി ഹിയർ, ഒരു വാൾ ബൗണ്ടറിയാണിത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗ്യാസ് പോകുമ്പം ഈ വാൾ ബൗണ്ടറിയിൽ നിന്ന് ഒരു റെസിസ്റ്റൻസും ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നില്ല, ഒരു ഇതും ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നില്ല, റെസിസ്റ്റൻസും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്യാസ് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് അതിന് തടസ്സം നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വർക്ക് = 0 എന്ന് പറയുന്നത്, വർക്ക് ട്രാൻസ്ഫർ = 0. ഇതൊരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് അല്ല. അതുകൊണ്ട് തന്നെ there is no resistance offering here, ഒരു വർക്ക് ഡൺ നടക്കുന്നില്ല. there is no resistance offering by the wall to the gas entering. So there is no work done here. So integral PdV = 0. This is called a free expansion of gases, right? Free expansion or with free expansion with 0 work transfer എന്ന് പറയാൻ കാരണം, right? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വർക്ക് ഡൺ ഇല്ലാതെ നടക്കുന്ന ഒരു എക്സ്പാൻഷൻ ആണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് വർക്ക് നടക്കുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. സോ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഹിയർ. ആൻഡ് വാക്വത്തിന്റെ ബൗണ്ടറി എന്ന റെസിസ്റ്റൻസ് പോലെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഒരു വാക്വത്തിന്റെ ബൗണ്ടറി എന്നത് വാക്വത്തിന്റെ ബൗണ്ടറി ആണല്ലേ, ഇവിടെ ബൗണ്ടറി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നു വെക്കുക. അപ്പോൾ ഈ ഫ്ലോ ഇങ്ങോട്ട് ഗ്യാസ് പെട്ടെന്ന് ഫില്ലായി വരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്റ്റേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, അങ്ങോട്ടേക്ക് വരാൻ തടഞ്ഞു നിൽക്കാൻ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ വർക്ക് ഡൺ നടക്കുന്നുണ്ട്, ഉണ്ടാവണം അല്ലേ. സോ ഈ കേസിൽ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നില്ല, ഒരു വർക്ക് ഡൺ നടക്കുന്നില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ വിത്ത് 0 വർക്ക് ട്രാൻസ്ഫർ, റൈറ്റ്? ഓക്കെ. Thereafter we have discussed about heat transfer. Heat transfer എന്താണെന്ന് പഠിക്കാൻ. Heat transfer already we have studied about what is heat എന്ന് പറഞ്ഞിട്ടുണ്ട്. What is heat അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ചേഞ്ച് occurring in a boundary അല്ലേ. ഒരു ബൗണ്ടറി സിസ്റ്റത്തിന്റെ ബൗണ്ടറിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ചേഞ്ച് ആണ്. ആ ബൗണ്ടറിയുടെ ഡയമെൻഷൻ, ബൗണ്ടറി ഡയമെൻഷൻ ഇസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. There is a abrupt change in boundary dimension whenever a heat transfer takes place, അല്ലെങ്കിൽ whenever a temperature change takes place between system and surroundings, right? സിസ്റ്റവും സറൗണ്ടിങ്സ് തമ്മിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് നടക്കുമ്പോൾ മാത്രമാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്, ആ ഒരു ബൗണ്ടറിയിലെ മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്, അതായത് ഹീറ്റ് ഇൻസൈഡ് സിസ്റ്റം. ഹീറ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ, ഹീറ്റ് റിസീവ്ഡ് എന്ന് പോസിറ്റീവ് ആണ് അല്ലേ. ഹീറ്റ് റിസീവ്ഡ് വാല്യൂ ഈസ് പോസിറ്റീവ്, ഹീറ്റ് റിജക്റ്റഡ് ഈസ് നെഗറ്റീവ്. ഒരു സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് ഹീറ്റ് കയറി വരുന്നതാണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഇൻസൈഡ് is positive and heat rejected is negative, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഹീറ്റ് ട്രാൻസ്ഫർ whether it is a point function or path function, this heat transfer whether it is a point function or path function. നമ്മൾ പോയിന്റ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, പാത്ത് ഫംഗ്ഷൻ എന്നാണ് പഠിച്ചിട്ടുണ്ട്. what is point function? we can denote a function, അല്ലെങ്കിൽ ആ ചേഞ്ച് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് പറയും, it is a point function. എന്നിട്ട് പാത്ത് ഫംഗ്ഷൻ പറഞ്ഞാൽ നമുക്കത് ഗ്രാഫിൽ കാണിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്കൊരു കർവ് ഉണ്ടെങ്കിൽ കർവിൻ്റെ ഇടയിൽ ഏരിയ എടുത്താൽ ഏരിയ ബിലോ ദ കർവ് ഈസ് ടേംഡ് ആസ് ദ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വർക്കിൻ്റെ കേസ് നമ്മൾ തന്നെ പറഞ്ഞത്, വർക്കിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്, അതായത് ഒരു പ്രോസസ് എടുക്കുകയാണെങ്കിൽ, സോ ഇറ്റ്സ് എ പ്രോസസ്
1 to 2 പോകണമെങ്കിൽ പി വി ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് വന്നത് V1 V2 ഈ പോയിന്റ് P2 P1 P2 റൈറ്റ്. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ the area under the curve is taken as the work done here. അതാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വർക്ക് ഡൺ 1 to 2 equal to integral 1 to 2 P into dV. വർക്ക് ഡൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഡൺ ഈസ് ദാറ്റ് പെർട്ടിക്കുലർ പ്രഷർ ഇൻറ്റു ആ ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഏരിയ എവിടെ ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ച് പി, പ്രഷർ ഈസ് കോൺസ്റ്റന്റ്, പ്രഷർ ഹൈറ്റ് പ്രഷർ ഇൻറ്റു ദിസ് ചേഞ്ച് ഇൻ വോളിയം dV 1 to 2 റൈറ്റ്. integral P dV. ഇതാണ് വർക്ക് ഡൺ കേസിൽ വന്നത്. The same process or same phenomenon is acting in the types of work heat transfer also. Heat transfer is also considered as the area under the graph. Heat transfer is also a path function. Work transfer പോലെ തന്നെയാണ് heat transfer. It is also a path function and is also taken as the area under the curve. Okay. Area under heat transfer എന്ന കേസിൽ നമ്മൾ PV ഡയഗ്രാം അല്ല TX ഡയഗ്രാം. TX അതായത് X ഡിസ്റ്റൻസ് particular distance active. So some process taken 1 to 2 എടുക്കുകയാണെങ്കിൽ it is T1 T2 ഇതിന്റെ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ x എന്ന ഡിസ്റ്റൻസ് ആണ്. സോ സം ഈക്വൽ ടു ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ dx സം ഡിസ്റ്റൻസ്. ഓക്കെ, സം ഡിസ്റ്റൻസ്. അപ്പം ദിസ് ഏരിയ ഈസ് ടേക്കൺ ആസ് ഹീറ്റ് ട്രാൻസ്ഫർ. ദിസ് ഏരിയ ഈസ് ടേക്കൺ ആസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് Q1 to 2 ഹീറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ Q ആണല്ലേ. Q1 to 2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ദാറ്റ് ഏരിയ ആയിരിക്കും അല്ലെ, ഏരിയ അണ്ടർ ദി കർവ്. അതായത് ടി, ഇവിടെ പറഞ്ഞ സെയിം എക്സ്പോണന്റ് ഇവിടെ ടി ഇൻറ്റു എന്താണ് dx, T dx. So as like as work transfer, heat transfer is also a path function. Heat transfer അത് path function തന്നെയാണ്. And it is denoted by the symbol Q and is called integral T dx, integral 1 to 2 T dx. 1 to 2 first condition, second condition എത്തുമ്പോൾ 1 to 2 T dx is also taken as area under the curve. So unlike like work transfer, like work, heat is also a heat is also a path function. പാത്ത് ഫംഗ്ഷൻ എന്നുള്ള വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് അതൊരിക്കലും ഒരു ഇനീഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 1ന്റെ കേസ് എവിടെയാണ്, 2ന്റെ കേസ് എവിടെയാണെന്നൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ത് തന്നെയായാലും നമുക്ക് കർവ് വെച്ച് കഴിഞ്ഞാൽ കർവിൻ്റെ അടിയിലുള്ള ഏരിയ ആണ് ഇതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ, കർവിൻ്റെ ഏരിയ ആണ് വർക്ക് ട്രാൻസ്ഫർ. സോ ആൻഡ് ലൈക്ക് വർക്ക് ഹീറ്റ് ഇസ് ഓൾസോ എ പാത്ത് ഫംഗ്ഷൻ. ഓക്കെ, ശരി. സോ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. CP കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. CP സ്പെസിഫിക് ഹീറ്റ്, ലേറ്റന്റ് ഹീറ്റ് പഠിച്ചിട്ടുണ്ട്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. സോ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ലേറ്റന്റ് ഹീറ്റ് എന്നുള്ളൊരു ടേം. സ്പെസിഫിക് ഹീറ്റ് ആൻഡ് latent heat. Specific heat and latent heat. What is specific heat എന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് CP അല്ലേ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് C കോമൺ ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ CP അല്ലെങ്കിൽ CV. റൈറ്റ്. വാട്ട് ഈസ് CP ആൻഡ് CV? അതായത് സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ് CP, സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയമാണ് CV, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയണമെങ്കിൽ C. ഓക്കെ, എന്താണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ്. എമൗണ്ട് ഓഫ് ഹീറ്റ് എഴുതി വെക്കുക, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise a unit mass of substance or unit mass of a substance. Amount of heat required to raise a unit mass of substance through a unit raise in temperature. Right. Amount of heat required to raise a unit mass of substance through a unit raise of temperature.
അപ്പോൾ യൂണിറ്റ് മാസിൻ്റെ ഹീറ്റ് റേസ് ചെയ്യാൻ യൂണിറ്റ് മാസ് യൂണിറ്റ് ടെമ്പറേച്ചറിൽ റേസ് ചെയ്യാനുള്ള ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അതിന് സി എന്നാണ് ഡെനോട്ട് ചെയ്യുന്നത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഇതിന്റെ കൂടെ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നാണെങ്കിൽ സി പി എന്ന് പറയും. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ സി വി എന്നാണ് ഡെനോട്ട് ചെയ്യും. റൈറ്റ്. അതിന് ഇക്വേഷൻ ഉണ്ട്. റൈറ്റ്. അതിന് ഇക്വേഷൻ പറഞ്ഞാൽ നമ്മൾ ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ ഈക്വൽ ടു എം സി ഡെൽറ്റ ടി. ക്യൂ ഈക്വൽ ടു എം സി ഡെൽറ്റ ടി. എം ഈസ് ഈക്വൽ ടു മാസ് എന്ന് പറയും. എം ഈക്വൽ ടു മാസ് ഓഫ് സബ്സ്റ്റൻസ്. ടി ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ക്യൂ ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്ന സാധനം. സോ ഹിയർ സി ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ്. Therefore, we can write C equal to C equal to Q by M into delta T. Unit is joule per kilogram Kelvin. So Cp എന്നാണെങ്കിൽ Q by M delta. And Q equal to MCP delta T or Q equal to MCB delta T എന്ന് പറയും. Specific heat. So this specific heat അല്ലെങ്കിൽ അടുത്ത ടേം എന്ന് പറയുന്നത് സിന്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി. വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോൾ സ്പെസിഫിക് ഹീറ്റിന്റെ വാല്യൂ സി എന്നല്ലോ. സി ഇൻറ്റു എം ആണ് സ്പെസിഫിക് കപ്പാസിറ്റി. സി ഇൻറ്റു എം. സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഈസ് ടേംഡ് ആസ് ഹീറ്റ് കപ്പാസിറ്റി. Specific heat into mass of the substance is termed as heat capacity. Okay. ഇതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കുക. വാട്ട് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ദാറ്റ് പെർട്ടിക്കുലർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ആണ്. ആ സ്പെസിഫിക് ഹീറ്റ് സി എന്നാവണമെന്നില്ല. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ അത് സി പി ആവാം, കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ സി വി ആവാം. റൈറ്റ്. അല്ലെങ്കിൽ ജനറൽ ടേമൊക്കെ എടുക്കുമ്പോൾ സി എന്ന് കൊടുക്കാം. അപ്പോൾ സി ഇൻറ്റു മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ഈസ് ടേംഡ് ആസ് സി പി. Heat capacity. Next one is latent heat. What is latent heat? Latent heat ൽ 3 ടേം പഠിച്ചിട്ടുണ്ട്. അതായത് LFU, L vaporization, L sublimation. L fusion, L vaporization, L sublimation. Latent heat എന്ന് പറഞ്ഞാൽ latent heat is the amount of heat transfer Q required to cause a phase change in unit mass of substance at a constant pressure and temperature. Phase change ആണല്ലോ. എന്തൊക്കെയാണ് ഫേസ്? നമ്മുടെ കയ്യിൽ ഫേസ് എന്തൊക്കെയാണ്? 3 ടൈപ്സ് ഓഫ് ഫേസ്. അത് ലിക്വിഡ്, സോളിഡ്, ഗ്യാസ്. 3 ഫേസ് ഉണ്ട്. അപ്പോൾ ഒരു ഫേസിൽ നിന്ന് വേറെ ഫേസിലേക്ക് മാറാനുള്ള യൂണിറ്റ് മാസിൽ അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ ടെമ്പറേച്ചറിൽ മാറാനെടുക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് ലേറ്റന്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫേസ് ഇപ്പോൾ ലിക്വിഡും സോളിഡിലേക്ക് മാറണമെങ്കിൽ, ലിക്വിഡ് എന്നുള്ള മെറ്റീരിയൽ, ലിക്വിഡ് എന്നുള്ള സംഭവം സോളിഡിലേക്ക് മാറണമെങ്കിൽ എടുക്കുന്ന ഹീറ്റ് അറ്റ് യൂണിറ്റ് മാസ് യൂണിറ്റ് ആക്കി എടുക്കുന്നു. ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി എടുക്കുമ്പോഴുള്ള ഹീറ്റ് റേറ്റ് ട്രാൻസ്ഫറിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇറ്റ് ഈസ് ദി amount of heat required to phase transfer of unit mass substance at constant temperature and pressure. Amount of heat required to phase transfer, അല്ലെങ്കിൽ transfer of phase of a unit mass substance at constant temperature and pressure. അതിൽ ഓരോ എക്സാമ്പിളൊക്കെ എടുക്കുക പറയുമെങ്കിൽ എൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LFU, amount of heat required to melt unit mass of solid into liquid. മെൽറ്റ് ചെയ്യാനുള്ളത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെൽറ്റ് ചെയ്യാനുള്ള സംഭവം. അതായത് ഒരു സോളിഡ് ലിക്വിഡായി മാറാനുള്ള ഫേസ് ചേഞ്ച്. സെയിം ഇക്വേഷനിൽ തന്നെ നമ്മളവിടെ എന്താ പറയുക, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഫേസ് ട്രാൻസ്ഫറിന് അവർ എന്ത് കൊടുത്താൽ മതി? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു മെൽറ്റ് യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് ടു ലിക്വിഡ് എന്ന് കൊടുത്താൽ മതി. സോളിഡ് ടു ലിക്വിഡ്. ഓക്കെ. എൽ ഫ്യൂഷൻ്റെ കേസിൽ എന്താണ്? ഫേസ് ട്രാൻസ്ഫറിന് പകരം റിക്വയർഡ് ടു മെൽറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെൽറ്റ് സബ്സ്റ്റൻസ് ഓർ ലിക്വിഡ്, സോളിഡ് ടു ലിക്വിഡ് അല്ലേ. എൽ വേപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ടു ലിക്വിഡ്. നെക്സ്റ്റ് പേജിൽ എഴുതാം. എൽ വേപ്പറൈസേഷൻ, എൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ടു ലിക്വിഡ്. എൽ വേപ്പറൈസേഷൻ എന്തായിരിക്കും? ലിക്വിഡ് ടു ഗ്യാസ്.
അല്ല, സെയിം ഇക്വേഷൻ തന്നെ ലിക്വിഡ് ടു ഗ്യാസ്. അതിൽ സപ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ആവാതെ സോളിഡ് നേരെ ഗ്യാസായി മാറുന്ന പരിപാടിയാണ് സപ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ എന്താ പറയുക ലിക്വിഡായി മാറാതെ നമ്മൾ കർപ്പൂരം കത്തിക്കും, കർപ്പൂരം നേരിട്ട് പുകയായിട്ട് പോകും. അതേപോലെ തന്നെ സോളിഡ് പാർട്ടിക്കിൾ ലിക്വിഡ് പാർട്ടിക്കിളായി മാറാതെ നേരിട്ട് വേപ്പറൈസേഷൻ ചെയ്യുന്നതിനാണ് സപ്ലിമേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സോളിഡ് ടു ഗ്യാസ്. ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തന്നെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് കൺവേർട്ട് എ ലിക്വിഡ് ടു ഗ്യാസ് to constant pressure temperature of a unit mass is called as L vaporization. L sublimation heat transfer required to transfer a solid to directly to gas of a unit mass of constant temperature and pressure ആണ് L sublimation എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും വർക്ക് ട്രാൻസ്ഫർ റേറ്റിനെ കുറിച്ചും കൂടെ ജനറൽ ആയിട്ടുള്ള ടേം. റൈറ്റ്, വാട്ട് ഈസ് വർക്ക് ട്രാൻസ്ഫർ പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫേഴ്സ് പഠിച്ചു, PdV വർക്ക് പഠിച്ചു, ഇൻ്റഗ്രൽ പി ഡി വി പഠിച്ചു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫേഴ്സ് പഠിച്ചു. എന്തൊക്കെയാണ് ഒരു സിസ്റ്റത്തിലൂടെ നടക്കാൻ പറ്റുന്ന അഡീഷണൽ ആയിട്ടുള്ള വർക്ക് ട്രാൻസ്ഫർ. PdV വർക്ക് അല്ലാതെ ഇലക്ട്രിക്കൽ ലെസൺസ് ഉണ്ട്, കറണ്ടിൻ്റെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാഡിൽ വർക്കിൻ്റെ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫേഴ്സ് നോക്കി അല്ലേ. ഷാഫ്റ്റ് വർക്ക് ഉണ്ട്. അങ്ങനെ ടോട്ടൽ വർക്ക് ഡൺ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടക്കുന്ന എല്ലാ ഈച്ച് ആൻഡ് എവരി വർക്കും ആഡ് ചെയ്തിട്ടുള്ളതാണ്. W ഓഫ് ടോട്ടൽ W ഈക്വൽ ടു പറഞ്ഞാൽ വർക്ക് PdV വർക്ക് പ്ലസ് അതിൻ്റെ ഷാഫ്റ്റ് വർക്ക് പ്ലസ് അതിനെ ടോട്ടൽ വർക്കാണ്. അതിൽ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ടോ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ വർക്കാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈച്ച് ആൻഡ് എവരി വർക്ക് ട്രാൻസ്ഫർ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ ഹീറ്റ് എന്താണെന്ന് പഠിച്ചു. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് Q പഠിച്ചു. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് എ പാസ് ഫംഗ്ഷൻ എന്ന് പഠിച്ചു. അല്ലെങ്കിൽ നമ്മളെ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് ലേറ്റന്റ് ഹീറ്റ് എന്നും പഠിച്ചു. സോ ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് വി വോണ്ട് ഡിസ്കസ് അബൌട്ട് ഈ ഇത്രയും എടുത്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് രണ്ട് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സോൾവ് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിനപ്പുറത്തെ ക്ലാസ് മുതൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മുതൽ അങ്ങോട്ടേക്ക് പോർഷൻസിലേക്ക് വരാം. റൈറ്റ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് വരും? Any doubts? Any doubts?